റിസൾട്ട് വന്നിട്ട് കുറച്ചു നേരമായി. തൻ്റെ മുമ്പിൽ വെച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ചെറിയ ചില വാശികളൊക്കെ ഉള്ള കൂട്ടത്തിലാ. ബാബു സാറേ. ആ സാറേ, ഇതൊന്ന് പൊട്ടിച്ച് വായിക്കും. എന്നിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇയൊക്കൊന്ന് പറഞ്ഞു കൊടുക്കും. സാറേ റിസൾട്ട് നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവോ? സാറേ, ഈയിടയ്ക്ക് എൻ്റെ മോളുടെ കല്യാണമായിരുന്നേ. അന്നൊരു പോത്തും കുട്ടനെ ഞാനങ്ങ് വെട്ടിയായിരുന്നു. ഈ കഥ വേണേ സാറിനോട് എനിക്ക് അന്നേ പറയായിരുന്നു. പക്ഷെ എന്നെ പൂട്ടിക്കെട്ടാനുള്ള സാറിൻ്റെ സൂക്കേട് കണ്ടപ്പോഴേ ഈ കളി പോന്നോടത്തോളം പോട്ടെന്ന് ഞാനും കരുതി. പിന്നെ എനിക്കും ഇങ്ങനെ ചെറിയ ചില വാശികളൊക്കെ ഉണ്ടേ. പിന്നെ ആ തോക്ക് ഞാൻ തിരിച്ചെടുത്തായിരുന്നു കേട്ടോ സാറേ. ഈ ലൈസൻസേ സാറ് വെച്ചോ. ഇനി ഇടയ്ക്കിടയ്ക്ക് കൂടി അങ്ങോട്ട് വരണ്ടല്ലോ. അനുജോ, നീ പൊക്കോ, ഞാനൊരു വീഡിയോ എടുത്ത് പോരാം. പെട്ടെന്ന് നീ പൊക്കോ. ശരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ മണ്ണ് തിന്നും. പാതകത്തിന്റെ താഴെ എന്നെ കാണാത്ത ഇത്രയും നൂളുണ്ടല്ലോ. വേറെ ആരെങ്കിലും വിളിക്കും. പാമ്പ് കയറി പാമ്പ് എവിടെ? അങ്ങോട്ട് പോയി എടാ, അടുക്കളയിൽ പാമ്പ് കയറിയാക്കോ അന്ന്. പഴുതായി ഇറങ്ങി നേരെ ഗോപിയുടെ അടുക്കളയിലോട്ടാണോ പോന്നെ?
ആ ഞാൻ വരുവാ. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ അവിടെ എന്നാ പാമ്പ്. ഇവിടെ പാമ്പ്. പാമ്പാ? ആ, ആ കയറി പൊടിയാകത്ത്. എന്നിട്ട് ആ പാമ്പിന്റെ കൊടി ഞാൻ മേടിക്കണോ? അത് അതെ, ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചേ. വാടി വയ്ക്കുന്നുണ്ടോ ഉള്ളത്? എടാ ഇത് വിഷപ്പാമ്പാ കേട്ടോടാ. അത് നിനക്കെന്നെ എത്ര ഉറപ്പ്? വിഷമില്ലാത്തവൻ വലിയ വേഷം കെട്ടിന് നിൽക്കല. വേഗം സ്ഥലം വിട്ടാനെ. ഇതിപ്പോ പോകാത്ത സ്ഥിതിക്ക് വന്നവൻ വിഷമാ. അതും പറഞ്ഞു ഗോപിടം നല്ല ജീവികളെ ഉള്ളതുപോലെ പറയണ്ടേ ഫിലിപ്പ് സാറേ? ഗോപി, എടാ ഗോപി, വാ നമുക്കൊന്ന് പോയി നോക്കാം. ഞാനൊന്നുമില്ല. എടാ അകത്തോട്ടല്ലെന്ന് പുറത്തോട്ട് വാ. എന്റെ പൊരണാവ് ഒന്ന് പിടിടാ. എങ്ങോട്ടാ ബെന്നിച്ച? എടി നീ കേട്ടില്ലേ? എടി അപ്പുറത്ത് പാമ്പ്. ഞാൻ ഈ പ്രാർത്ഥന അറിയാന്ന് വെയിറ്റ് ചെയ്യാറ്. ഓ, ബെന്നിച്ചൻ പാമ്പിന് പിടിക്കോ? ഇല്ല. പിന്നെ തല്ലിക്കൊല്ലുവോ? അയ്യോ ഇല്ല. പിന്നെ എന്നാത്തിന് അങ്ങോട്ട് പോടി പോന്നേ? അല്ല, അയലൊക്കത്ത് ഒരു പാമ്പ് കയറിയിട്ട് ഒന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സോഷ്യൽ അനിമൽ നിലയിൽ നമുക്കില്ലേ? ബെന്നിച്ച, ഇവിടുത്തെ പപ്പായും അവിടുത്തെ ഗോപിച്ചനും കൂടി നമ്മുടെ കല്യാണത്തിൽ നിന്ന് ഒരു മുട്ട വാഴ കൊണ്ടാക്കി അടിച്ച് പിരിഞ്ഞ് ചീഞ്ഞ് പുഴുത്തിരിക്കുക. അതിന്റെ ഇടയ്ക്കോട്ട് പോയി കേറില്ല അങ്ങോട്ട്. അടിയോ? എന്നാ അടിയുണ്ടായേ? കഥയൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് അങ്ങേറെ ആട്ടി മേടിച്ച് ഉള്ള വില കളയരുത് കേട്ടോ? കേട്ടോന്ന് എന്ന് വാങ്ങി. എന്റെ വേറെ അങ്ങ് മാറുന്നില്ലെന്നേ. ഇത്രയും നീളമുണ്ട്. അത്രയും നീളം ഉണ്ടെങ്കിൽ എന്തായാലും ഇത് പെരുമ്പാമ്പായിരിക്കും. പെരുമ്പാമ്പായിരിക്കും. മൂർഖമ്പാമ്പ് ആവാം. മൂർഖനാന്നാ തോന്നുന്നു. മൂർഖമ്പാമ്പ് മാറി നീളമുണ്ടായിരുന്നു. പാമ്പിനെ ശരിക്കും ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടം കണ്ടായിരുന്നു സാറേ. അന്നേരത്തേക്ക് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിന്റെ മേത്ത് ഇങ്ങനെ വളയം വല്ലതായിരുന്നോ അതോ വല്ല ഡിസൈനും ആയിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. അച്ചായിക്ക് വിളിക്കാൻ വെള്ളം അടുപ്പ കയറ്റാൻ ചെന്നപ്പോ അത് അടുക്കള നിലത്ത് കിടക്കുമായിരുന്നേ. അടുപ്പയിലെ വെട്ടത്തി ഏതാണ്ട് നിലത്ത് കിടന്ന് തിളങ്ങുന്ന കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പൊ വെള്ളക്കല്ല് എന്റെ താഴെ വീണു. അന്നേരം അത് കഴിഞ്ഞാ പാതകത്തിന്റെ അടിയിലോട്ട് കയറിപ്പോയി. ഈ പാമ്പിന്റെ പേരും അഡ്രസ്സും ചോദിച്ചോണ്ടിരിക്കാതെ അതിനെ അങ്ങോട്ട് കയറി തല്ലിക്കൊന്ന ഈ പ്രശ്നം തീരുവല്ലേ? എടാ അതല്ലടാ, ഒന്നാമത് ഇപ്പൊ അപ്പുറത്ത് റെയ്ഡ് നടന്നേ ഉള്ളൂ. അതെ, ഇനി വല്ലാനും കയറി തല്ലിക്കൊന്നിട്ടേ വംശാശ ഭീഷണി വരുന്ന മാമാന്നോ മാങ്ങയാണെന്ന് പറഞ്ഞ് കടലാസ് ശേഷം കൊടുത്താലേ കോടതി വരാൻ തീരും. അല്ലാതെ ജീവിതം തൽക്കാലം ഇപ്പൊ തല്ലുകൊല്ലൊന്നും വേണ്ട. പിടിച്ചുകൊണ്ട് കാട്ടിലെ വല്ലം അതാ സേഫ്. അയാൾ മാത്രമല്ലോ ഇവിടെ, വേറെ വല്ലവരും നോക്കാം നമുക്ക്. ഈ ഫീൽഡ് വേറെ ആൾക്കാരുണ്ടല്ലോ. ഉണ്ടോ? എന്നാലും എന്നാ നീ പോയി വിളിച്ചോളാം അങ്ങനെ. എന്നാ പിന്നെ മണക്കാതെ നിൽക്ക്. നമ്മുടെ കയ്യിൽ വല്ലവരും ഉണ്ടോ നോക്കാം. വില കാര്യം ഉണ്ടായിരുന്നു. നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ജനലും വാതിലൊക്കെ അടച്ചിടണമെന്ന്. ഇപ്പൊ അഴിഞ്ഞു കയറിയല്ലേ? ഞാനങ്ങ് പേടിച്ചു പോയെന്നേ. എന്നാ വലിയ പാമ്പായിരുന്നറിയോ? ജോബി നിന്റെ വലിയ വല്ലവരുണ്ടോ? പരമേശ്വരൻ ചേട്ടനാണെ കിടപ്പിലായി പോയി. തല്ലിക്കൊല്ലാനാണ് ഞാൻ ഇപ്പൊ തീർത്തു തരാം. അല്ല അത് സാറ് പറഞ്ഞാലേ ഇപ്പൊ പറ്റിയല്ലോ. തല്ലിക്കൊല്ലാണെങ്കിൽ സാറ് പറഞ്ഞു കേട്ടില്ലേ? അതിന്റെ പുറകെ കണക്കണ്ടല്ലേ?